ആ ഹലോ. ആ മനസ്സിലായി. നിങ്ങളുടെ കോർട്ട് ഓർഡർ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ഓഫീസിലുണ്ട്. താങ്കി കയറി പോരെ. ഓക്കെ. ഒന്നും പേടിക്കണ്ടടോ. നമ്മുടെ നിയമങ്ങൾ പൂർണ്ണമായും നിരാലംബർക്ക് മാത്രമായിട്ടുള്ളതാണ്. ഇന്നു മുതൽ എല്ലാ മാസവും കുട്ടിയുടെ പഠിപ്പിനും നിങ്ങളുടെ ചിലവിനും ആവശ്യമായ തുക നിങ്ങളുടെ മുൻഭർത്താവ് തരും. അതൊരു ഔദാര്യമായി കാണണ്ട. അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ അതിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. കൂട്ടത്തിൽ മോളെ നന്നായി പഠിപ്പിക്കണം. ഇതാണ് കോർട്ട് ഓർഡർ. മറ്റൊരു കാര്യം, മുൻ ഭർത്താവിന്റെ ശല്യം ഇനി ഉണ്ടാവില്ല. മോളെന്ന് വന്നേ. മോളെ എത്രയല്ല പഠിക്കണേ? നന്നായി പഠിക്കണം. ഉമ്മയെ നോക്കണം. ഇതാ ഇത് വെച്ചോ. ഓക്കെ, ശരി എന്നാ. നജീബ, എത്ര കാലായിട നിന്നെ കണ്ടിട്ട്. നീ വിളിച്ചെങ്കിലും ഞാനൊരിക്കലും ഇത്ര പെട്ടെന്ന് നിന്നെ പ്രതീക്ഷിച്ചില്ല. കേറിയിരിക്കേ. നജീബ പറയണോ, എന്തൊക്കെയുണ്ട് ഇതിന്റെ വിശേഷങ്ങള്? കൊറേ കാലായി നിന്നെ കണ്ടിട്ട്. നല്ല വിശേഷോടാ. വിശേഷങ്ങളൊക്കെ നിനക്കല്ലേ. വക്കീല്, ഓഫീസ്, പുറത്ത് കുറെ കക്ഷികള്. നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ ഒക്കെ കുടിക്കാ. നീ അവിടെ ഇരിക്കേ. സംഭവം നീ 7ാം ക്ലാസ്സിൽ നല്ല പോലെ പഠിച്ചിരുന്നു. ഇടക്ക് വെച്ച് നീ പഠിത്തം നിർത്തുകയും ചെയ്തു. പിന്നെ വീണ്ടും ഇതൊക്കെ എങ്ങനെയാടാ? നീയേ എഴുന്നേൽക്ക്. നമുക്കൊരു ചായ കുടിക്കാം, എന്നിട്ട് സംസാരിക്കാം. അതെ, 2 ചായ. പഠിക്കാൻ കഴിയാത്തതിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് രചിക്ക. പലയിടത്തുനിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും ബാധിക്കുന്നു ഒരിക്കലും ഞാൻ കരുതിയില്ല. സത്യത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് പാവം എന്റെ മകൾക്കാണ്. മനോജിന്റെ വീടാണത്? അതെ. മനോജാണോ? അതെ, വായോ. എവിടുന്നാ? പഞ്ചായത്തിന് സർവേക്ക് വന്നതാ. ഇല്ല, സമയമില്ല. എന്താ മാഡം? ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഞാനും 2 മക്കളും, മൊത്തം 3 പേര്. അവരെന്താ ചെയ്യണ്? മോൻ കൊച്ചിയിലെന്തോ ഹോട്ടൽ മാനേജ്മെന്റ് ആണോ? ഹോട്ടൽ മാനേജ്മെന്റ്. മോളാണെങ്കിൽ ഡോക്ടർ ഭാഗം പഠിച്ചു കഴിഞ്ഞു. അവൾക്കൊരു കല്യാണമൊക്കെ റെഡി ആയിട്ടുണ്ട്. വേറെ ആരല്ല, അവളുടെ കൂടെ പഠിക്കുന്ന ഒരു ചെക്കൻ തന്നെ. അവര് തമ്മിൽ ഇഷ്ടത്തിലായി. നമുക്ക് അവരുടെ ഇഷ്ടമല്ല വലുത്. അപ്പൊ അതങ്ങനെ നടത്തി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. നമ്മളെ കൊണ്ട് കൂടുന്ന ആൾക്കാരൊന്നല്ല, നല്ല ഉദ്യോഗസ്ഥരും പഠിപ്പൊക്കെ ഉള്ള ആൾക്കാരാ. നമ്മുടെ മോളുടെ ഭാഗ്യം. അപ്പൊ 3 പേരല്ലേ? 3 പേര്. ആ ഫോൺ നമ്പർ ഒന്ന് പറയോ? ഫോൺ നമ്പർ 9605 76 87 24. നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? വേണ്ട. OTP വന്ന് നോക്ക്.
OTP അതിപ്പോ നിങ്ങൾ തന്നെ എടുക്കണ നല്ലത്. ഓക്കെ ശരിയായിട്ടുണ്ട് കേട്ടാ. ഇതിലൊന്ന് ഒപ്പിട്ടുതരോ? ഇവിടെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അവരാ. വായോ കേറിയിരിക്കേ, ഞാൻ നിങ്ങളെ കാത്തിരിക്കരുത്. ഇതിലൊന്ന് ഒപ്പിട്ടുതരോ? തിരക്കുണ്ട്. മതിയില്ലേ? വഴിയും തെറ്റിയില്ലല്ലോ. മോൻ മുന്നേ വന്ന കാരണം കുഴപ്പമില്ല. വാ കേറ്. മോനെ, നമുക്ക് ഈ ബന്ധം വേണ്ട. അയാൾക്ക് വിദ്യാഭ്യാസവുമില്ല, അതുപോലെ തന്നെ വിവരവുമില്ല. നിന്റെ ഫാദറിലുമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിർത്താനുള്ള യോഗ്യത അയാൾക്കില്ല. അതുകൊണ്ട് മോൻ ഈ ബന്ധമാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ ജീബേ, അത് മുടങ്ങി. സ്വന്തം മകളുടെയും മരുമോന്റെയും കൂടെ നിൽക്കാൻ കഴിയാത്ത, യോഗ്യതയില്ലാത്ത ഒരച്ഛൻ. മോള് വലിയ സങ്കടത്തിലായി. നാട്ടുകാരും വീട്ടുകാരും എന്തൊക്കെയോ പറഞ്ഞു. ഞാനും വല്ലാത്തൊരവസ്ഥയിലായി. മൊത്തം ഇരുട്ട്. നിനക്കറിയോ, അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി. സോറി, ഞാനേ അത്യാവശ്യമായിട്ടൊരു കേസിന്റെ കാര്യമുണ്ട്. വന്നിട്ട് കുറെ നേരമായോ? ഇരിക്ക്. ഇരിക്ക് സാറേ. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. എന്റെ അമ്മയുടെയും സഹോദരിമാരുടെയും വിശപ്പിന് മുന്നിൽ എനിക്ക് പഠിപ്പ് ഉപേക്ഷിക്കേണ്ടി വന്നു. നിങ്ങളന്ന് എന്റെ കുടുംബവുമായി ഒരു ബന്ധപ്പെടാന്ന് പറഞ്ഞ് തിരിച്ചു പോയപ്പോ അത് എന്റെ മകൾക്ക് എന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി. എന്റെ മകൾ, അവളാണ് എന്നെ പഠിപ്പിച്ചത്. അല്ല, നമ്മുടെ സഞ്ജു ഇപ്പൊ എവിടെയാ? എന്താ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അവരുടെ ഡിവോഴ്സിന്റെ കാര്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നത്. വിചാരിച്ച പോലെ അവൻ്റെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. അവളും അവളുടെ വീട്ടുകാരും കൂടി അവൻ്റെ ജീവിതം തകർത്തു. കൂട്ടത്തിൽ ഞാനുണ്ട്. വിഷമിക്കണ്ട സാറേ, എല്ലാം ശരിയാക്കാം. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാം എന്നോട് തുറന്നു വന്നു. നമുക്ക് ശരിയാക്കാം.
അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിന്ന് കരുതിയതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയതാണ്. എൻ്റെ പഠനം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ അറിവ്, കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കും, കൂടുതൽ ശക്തരാക്കും. പിന്നെ ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതാണ്. എനിക്കിനി പഠിക്കാൻ പറ്റൂടാ? പിന്നെ തീർച്ചയായും. നജീബ്, നമ്മുടെ അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ ഈ തിരമാലകൾ താഴുന്തോറും കൂടുതൽ ഉയർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ജീവിതത്തിൽ താഴ്ചകൾ വീഴ്ചകളുണ്ടാവട്ടെ, നമുക്കും ഉയർന്നു വരാൻ ശ്രമിക്കാം. നീ വാ.